അതെ, ക്യാൻസറാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തൊന്നും ഞാനിത് മറച്ചു വെച്ച്, പക്ഷെ ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് വന്നിട്ട്. അവസാനം ആ നാക്കിൽ നിന്ന് തന്നെ ആ കാര്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ്. തന്റെ 15-ാം വയസ്സിൽ ചെറിയ ഒരു മുഴ വരുന്നു. ആ മുഴ അവർ കാര്യമാക്കിയില്ല. അങ്ങനെ അത് പതുക്കെ വളർന്ന് ജീവിതത്തിൽ ഏറ്റവും നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു ക്യാൻസറിന്റെ രൂപത്തിൽ അത് മാറുന്നു എന്നുള്ളതാണ്. ലെൻസിന് പോലും ബാധിച്ചു എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേജ് 4 ആണെന്നാണ് പറയുന്നത്. ഇത്രയും നാൾ രേണുസുദ്ധിയെ കുറ്റം പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഒറ്റയടിക്ക് അങ്ങ് തിരിയാണ് രേണുസുദ്ധി നല്ലവളാണ് എന്ന രീതിയിലേക്ക് പറയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം, അതിലൊന്നും യാതൊരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇവർ കാണിച്ചു കൂട്ടിയിരുന്ന കോപ്രായത്തരങ്ങൾ അതൊന്നും അന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നതല്ല. അപ്പോൾ ഇന്ന് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അല്ല. പക്ഷെ ഇവർക്ക് ഈ അസുഖം അറിയാമായിരുന്നിട്ട് പോലും അവരത് പുറത്ത് കാണിക്കാതെ, ആ മുഴ എടുത്തു കളയാൻ പോലും തയ്യാറാവാതെ ജീവിതത്തിൽ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്തിനാണെന്നാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾക്ക് ശരീരത്തിൽ വല്ല മുഴകളോ മറ്റുള്ള കാര്യങ്ങളോ വേദന ഇല്ലെങ്കിൽ പോലും ഡോക്ടറെ കാണിക്കണം, അത് പരിശോധിക്കണം. അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എടുത്തു കളയണമെങ്കിൽ എടുത്തു കളയണം. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ രേണുസുധിയുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലും ഒരു കൂസലും ഇല്ലാതെ അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി സ്റ്റേജ് 3 ആണെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും അവർ ആ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ കാണിച്ചു കൂട്ടിയതല്ലേ. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും വെറുപ്പ്. പിന്നെ ഇവർ പറഞ്ഞ വാക്കുകൾ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴും അതിനകത്ത് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. അവർ നുണ പറയുകയാകും എന്നുള്ളത്. അപ്പൊ തെളിവ് സഹിതം അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ കിച്ചു ഒരു അസുഖം അറിഞ്ഞിട്ട് പോലും വിളിച്ചു നോക്കിയില്ല എന്നൊരു കാര്യം കൂടിയും രേണുസുദ്ധി ഒരു ഇന്റർവ്യൂലൂടെ പറയുകയാണ്. അതാണ് അവരുടെ ഒരു വൻ മിസ്റ്റേക്ക് തന്നെ ഇതാണെന്നുള്ളതാണ്. അത് പുറം ലോകത്തേക്ക് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തല്ലുണ്ടാക്കി മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയ ഇത് കൊണ്ടിടുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ അത് അറിയുന്നതും റിയാക്ട് ചെയ്യുന്നതും. ഇതാണ് രേണുസുധിയുടെ ഒരു വലിയ മിസ്റ്റേക്ക്. പറയേണ്ട കാര്യങ്ങൾ പറയാതെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കൂടി പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും അസുഖം മാറട്ടെ, തിരിച്ചു വരാൻ കഴിയട്ടെ, ഇതേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഈ അസുഖം വന്നതെന്നും മറ്റുള്ള കാര്യങ്ങൾ രേണുസുധി പറയുന്നുണ്ട്, കേൾക്കാം. ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനൊരു മുഴ, ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ, ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിരിക്കുന്നത്. ഇപ്പം 15-ാമത്തെ വയസ്സിൽ ഞാനിത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ശരീരം കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ ആ മുഴയുടെ പുറത്ത് വന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം വീട്ടുകാരെന്തെങ്കിലും അറിഞ്ഞു കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അങ്ങനെ പറയാറില്ലായിരുന്നു ചെറുപ്പത്തിൽ. ഓക്കെ, അപ്പൊ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള മുഴയായിരിക്കണം. അതായത് കളർ മാറ്റം ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. 15 വയസ്സെന്ന് പറയുമ്പോൾ 10-ാം ക്ലാസ്സിൽ ആ ഒരു ടൈമാണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ അന്ന് വീട്ടുകാരോട് പറഞ്ഞില്ല. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരെന്താ ഡിപ്ലോമക്കൊക്കെ പഠിക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് എങ്ങാനുമാണ് വീട്ടുകാരത് അറിഞ്ഞതെന്നാ പറയുന്നത്. അങ്ങനെ അത് കൊണ്ടു നടന്ന് കുറെ നാൾ കഴിഞ്ഞപ്പം ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. ഇങ്ങനെ ഞാൻ എങ്ങനെയോ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മുഴയുള്ള കാര്യം പറഞ്ഞു. അന്നേരം തന്നെ അവർ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ അന്നത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് നോർമൽ ഒരു സംഭവം എന്ന രീതിയിൽ കണ്ടു എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ അത് അന്ന് തന്നെ എടുത്ത് കളയാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം രേണുസുധി കൊല്ലം സുധിയെ വിവാഹം കഴിക്കുന്നു. കൊല്ലം സുധിയുടെ ലൈഫിലേക്ക് കയറി വരുന്നു. ആ ഒരു സമയത്ത് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ കൊല്ലം സുധി മരണപ്പെട്ടതിന് ശേഷം ഈ അടുത്താണ് കൃത്യമായിട്ട് രേണുസുധി ഇതിന്റെ ഒരു കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും ലൈഫിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ, തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്റെ മക്കൾക്ക് ആരുണ്ട് എന്ന ചിന്ത പോലും ഇല്ലാതെ തന്നെയാണ് ഇങ്ങനെ ഈ കളിച്ച് നടന്നിട്ടുണ്ടാവുക അല്ലെ. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ നിർബന്ധമായി ഡോക്ടറെ കാണിക്കണം, നമ്മൾ വീട്ടുകാരെ അറിയിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊന്നും ഒളിച്ചു വെച്ച് നടക്കാനുള്ള കാര്യമല്ല. പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ ഈ അസുഖത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നു, ഡോക്ടറെ കാണുന്നു. പിന്നീട് സംഭവിച്ചത്, അന്നിത് ബയോപ്സി ഒക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം
എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പം അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല, അത് എടുത്ത് കളയണമെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞില്ല. കാരണം എനിക്ക് ഈ ഇഞ്ചക്ഷന് മനസ്സിന് ഭയങ്കര കട്ടിയെന്ന് എല്ലാവരും പറയും, സത്യമാണ്. ഇത്രയും ക്യാൻസർ അറിഞ്ഞിട്ട് പോലും ഞാൻ റീൽസ് ചെയ്തു. അതെ, ക്യാൻസർ അറിഞ്ഞിട്ട് പോലും ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഏതാണ് പറയേണ്ടത്? ആ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ നിങ്ങൾ മാറിടമെല്ലാം പരമാവധി കാണുന്ന രീതിയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? അതേ ശരീരഭാഗത്ത് തന്നെയാണ് ക്യാൻസർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ അത്ര കെയർലെസ് ആയിട്ടാണ് ജീവിക്കുക? അല്ല, ഒരിക്കലല്ല. ഇപ്പൊ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വരും, പക്ഷെ കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. സത്യസന്ധമായിട്ട് തന്നെ പറയണം എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവർ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് വലിയ വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളത്? ഒരുപാട് ആളുകൾ പുറത്തുവിട്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. ഇനി ഞാനത് കാണിക്കില്ല, കാരണം അവർക്കത് മനസ്സിലായിട്ട് അതിൽ പശ്ചാത്താപിച്ച് ഇനി അങ്ങനെ ചെയ്യില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. മറ്റുള്ള ആളുകൾ വെറുക്കുന്നുണ്ടെങ്കിൽ ആ വെറുപ്പ് എടുത്ത് കളഞ്ഞ് സ്നേഹമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ വിഷപ്പാമ്പ് എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ പള്ളിയിൽ അച്ഛൻ പോലും അവരുടെ കൂടെ നിന്നില്ലേ, ബിഷപ്പ് കൂടെ നിന്നില്ലേ? അതേപോലെ അവർ പശ്ചാത്താപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അവസരം അത് കൊടുക്കുക തന്നെ വേണമെന്നുള്ളതാണ്. പക്ഷെ അറിഞ്ഞിട്ടും നിങ്ങളത് തട്ടിക്കളിച്ചു. മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് റീൽസുകളിലൂടെ ഒക്കെ സന്തോഷിച്ചു ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ കട്ടി കൊണ്ട് തന്നെയാണ്. ഇത്രയും ഒരു ക്യാൻസർ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിൽ അതെൻ്റെ മനസ്സിൻ്റെ കട്ടി തന്നെയാണ്. പക്ഷേ എന്ത് പറയുന്നേ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഞാനത് മറക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ ഒരു പോസിറ്റീവ് കമന്റ് പോലും അതിലില്ല. പിന്നെ എവിടുന്നാണ് അതിൽ സന്തോഷം കിട്ടുന്നത്? എന്നിട്ടോ ആ കമന്റ് ഇടുന്ന ആളുകളൊക്കെ തിരിച്ച് അങ്ങോട്ടും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ ആ ഒരു വഴി തെരഞ്ഞെടുത്തതേ വിഡ്ഢിത്തരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സബ്സ്ക്രിപ്ഷൻ അവിടെ കിടക്കുന്നത്, അത് കഴിഞ്ഞ റീൽസ്, ഒരാൾക്കും പോസിറ്റീവ് പറയാനില്ല. ആ കമന്റുകൾക്ക് മറുപടിയും കൊടുക്കുന്നു. അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞ സാധനം എന്താ? ഒരു പിടുത്തമില്ലല്ലോ. ദേഹത്തൊരു സൂചി കുത്തി എനിക്ക് പേടിയൊക്കെ, ഇപ്പോഴും എനിക്ക് പേടിയാണത്, സൂചി കുത്തുന്നതൊക്കെ. അപ്പം ആ ഒരു പേടി മൂലം ഞാനന്ന് വീട്ടിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഇവർ കൊണ്ടുപോയി അത് കീറിക്കളയും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് പറയാതെ കൊണ്ട് നടന്നു. അതിന് കുറേ നാൾ കഴിഞ്ഞ്, അതായത് സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം അവർ വീണ്ടും പോയിട്ട് ഇത് ചെക്കപ്പ് ചെയ്തു. അവരുടെ അനുജനോ ഒരാളുണ്ടായിരുന്നു, അവരും കൂടെയാണ് പോയത്. പക്ഷെ ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞാണ്, രേണുസുതി പറയാണ്, ഒരാളെ അറിയിക്കരുത്, അത് എന്നിൽ തന്നെ ഇരിക്കട്ടെ എന്നാ പറയുന്നത്. അത് വീട്ടുകാരെ അറിയിക്കുകയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുക, അല്ലേ? അത് കഴിഞ്ഞ് പരമാവധി എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വന്നിട്ടുള്ളത്. ഒരുപാട് വന്നിട്ടുണ്ട്. എന്താ ഞാൻ പറയുന്നതിനൊക്കെ? പിന്നെ നിങ്ങളുടെ സന്തോഷമായിരിക്കും അതൊക്കെ, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലെ കൊടുത്ത് ഇടുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ പോലും നിങ്ങളെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തു വെച്ച ഒരു കാര്യം കൊണ്ടാണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനിയെങ്കിലും ആ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇനിയെങ്കിലും. അത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇനി തെറി വിളിച്ചവരൊക്കെ സപ്പോർട്ട് ചെയ്യും. അത് അങ്ങനെയാണ്, മലയാളികളുടെ പ്രത്യേകത അങ്ങനെയാണ്. ഒരു അസുഖം വന്നു, എന്തെങ്കിലും വയ്യാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കും. എത്ര തെറി വിളിച്ച ആളുകളാണെങ്കിലും കൂടെ നിൽക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അതിനുശേഷം മാമോഗ്രാം, നമുക്കറിയാം, നമ്മൾ സ്ത്രീകൾ എല്ലാ പ്രാവശ്യവും ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേദനയില്ലാത്ത മുഴകൾ വന്നാൽ ഇത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിപ്പോയത് അതാണ്. കാരണം നമ്മളിത് നേരത്തെ ഈ വേദനയില്ലാത്ത മുഴയായതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നിയ ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഈ മാമോഗ്രാമിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യണം കേട്ടോ. സ്ത്രീകളോട് പറയാനുള്ളത്, ഒരു 30 കഴിഞ്ഞ് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സ്ത്രീകളിൽ ഈ സ്ഥാനാർബുദം അതൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ സ്വയം ചെക്ക് ചെയ്ത് കണ്ടെത്താനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ ആരെ അറിയിക്കാതിരിക്കരുത്. നിങ്ങൾ വീട്ടുകാരെ അറിയിക്കുക, അതിന് ചികിത്സ നടത്തുക. 15 വയസ്സിൽ വന്ന ഒരു കാര്യം ബുദ്ധി വെക്കുന്ന കാലഘട്ടം മുതലേ അവർക്കറിയാം. എന്നിട്ടും അവരതിങ്ങനെ പതുക്കെ കൊണ്ട് നടന്ന് ഇത്ര സ്റ്റേജ് 4 ആയി. നിങ്ങൾ ആലോചിക്കണം, സ്റ്റേജ് 4 എന്നൊക്കെ പറഞ്ഞ് കീമോ തുടങ്ങി കഴിഞ്ഞാൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. മുഖത്ത് നോക്കി പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല ഡോക്ടർ, എൻ്റെ ധൈര്യം, രേണുസുതിക്ക് നല്ല ധൈര്യമുള്ള ആളല്ലേ.
അപ്പം ഞാൻ അപ്പം ചിന്തിച്ച്, ഞാൻ ആ ഒറ്റ നിമിഷത്തിൽ കേട്ടപ്പം എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അത് ആരാണേലും അങ്ങനെ ഒരു അവസ്ഥ, ആർക്കും ശത്രുക്കൾക്ക് പോലും, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ. ഞാൻ ഇനി കരയാൻ പറ്റുന്നില്ല, കാരണം അതുപോലെ ഞാൻ അവിടെ ഇരുന്ന് പോയി. കരയാൻ പോലുള്ള ഇതായി ഇല്ല, വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മളത് നമ്മുടെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായവർക്ക് അറിയാം അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ പപ്പായുടെ അനിയനും അങ്ങനെ വന്ന് ആണ് ലോകത്തിൽ നിന്ന് പോയത്. അപ്പം അത് വേറെ ക്യാൻസർ ആയിരുന്നു. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പം അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് 2-3 ദിവസം ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. പക്ഷെ ഇതൊക്കെ ഒരു പാടാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു പാടാണ്. നമ്മൾ ഇതൊന്നും അറിയിക്കാതെ വെക്കുക എന്നുള്ളത് ഇതൊരു വലിയ നേട്ടമല്ല, വലിയൊരു കോട്ടമാണ്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ചേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ആ ജീവിത കാലയളവിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മൂടി വെക്കരുത്. ലൈഫ് നമ്മൾ മുറുകെ പിടിക്കണം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ അത് മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ രേണുസുതിക്ക് ഋതപ്പൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലെ. നമുക്ക് അവരോടൊക്കെ നല്ല സ്നേഹമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അതവിടെ മൂടി വെച്ചിട്ട് അവർ കാണിച്ചതാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്സലറി ഈ കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി, അതുപോലെ ചെസ്റ്റ് ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. ഓക്കെ, അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഇപ്പോഴെങ്കിലും ആളുകൾ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് കുറെ ആളുകൾക്ക് അറിയാം, അതുലൊക്കെ കൃത്യമായിട്ട് പുറത്തു വിട്ടാണ് വിഷയങ്ങൾ. പക്ഷെ ആരും വിശ്വസിക്കില്ല. പുലി വരുന്ന പുലി എന്ന കഥ പോലെയാണെന്നുള്ളതാണ്. ഇനി ആളുകൾ വിശ്വസിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ ആ ഒരു ഡാറ്റ പുറത്ത് വിടുന്നുണ്ട്. ആശുപത്രിയിൽ കാണിച്ച ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തു വിടുന്നുണ്ട്. ഫിറോസ് KHDSC അദ്ദേഹം ഇന്നലെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് ഉടനെ തന്നെ റിയാക്ട് ചെയ്തു. കുറെ യൂട്യൂബർമാർ റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണവും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഇവർ തീരെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. അന്നുണ്ട് ഇന്നുണ്ട്. വിവരം അറിഞ്ഞതിന് ശേഷം വരുന്ന ആളുകൾ ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരൊക്കെയാണ് ഈ യൂട്യൂബർമാരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അവരൊക്കെ ഒറ്റയടിക്ക് തിരിയും, തീർച്ചയായിട്ടും തിരിയും. ആ ഒരു തിരിച്ചറിഞ്ഞാൽ പിന്നെ ആരും അത് റിയാക്ട് ചെയ്യില്ല. പിന്നെ അവരെ റിയാക്ട് ചെയ്യൽ നിർത്തിയപ്പോ തന്നെ അവരുടെ ഫുള്ളായിട്ട് അവരുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞ കണ്ടില്ലേ. ഇപ്പൊ വ്യൂവർഷിപ്പ് ഒക്കെ കുറഞ്ഞു. കുറെ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അവര് കാര്യം പുറത്ത് പറഞ്ഞു. അപ്പൊ ഈ ചാനൽസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് അവര് കാര്യം പറയുന്നത്. കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം കീമോ എന്താണെന്നും. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭവങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ചിലവർക്കെങ്കിലും മറ്റുള്ളവർ അനുഭവിച്ചെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച് കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക, അറിയാം. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ ഉടനെ പറഞ്ഞു. അതുപോലെ പല ട്രീറ്റ്മെൻറ്റുകളും അവർ വിശദീകരിച്ച് തന്നു. അപ്പം അതിനൊക്കെ ഞാൻ വിധേയമാകണം. കീമോ ചെയ്ത് ഒരുപാട് ആളുകൾ നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ, എൻ്റെ കുടുംബത്തിൽ തന്നെ കുറെ ആളുകൾ ക്യാൻസർ ബാധിച്ച് മരിച്ച ആളുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അത് അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോടാണ് ആദ്യം നിങ്ങൾ പറയേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ പ്രാക്കുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. താങ്കൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഓപ്പോസിറ്റ് ഒരു പവർ ഉണ്ടാവും. അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ആളുകളുടെ പ്രാക്ക് വീണിട്ടുണ്ടാവും. കാര്യമായിട്ട് പറയാ. അപ്പം നിങ്ങൾക്കറിയാലോ, കുഞ്ഞു കൊച്ചാണുള്ളത്. ഞാനൊന്നും ആയിട്ടില്ല. എന്നെ ഒരുപാട് ശത്രുക്കളുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ചീത്ത പറയാൻ, അവൾക്ക് അങ്ങനെ വേണം, ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഒരുപാട് പേര് കമൻസ്, ഇതിലും വരുമായിരിക്കും കമൻസ്. അങ്ങനെയുള്ളവരെ, ഇനി ഈ രോഗം അറിഞ്ഞിട്ടും എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എനിക്കൊന്നും പറയാനില്ല. എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന മാത്രം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നു. ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് പറയുന്ന ആളുകൾ കുറ്റം പറയാൻ ഒരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ്. അമ്മാതിരി കാര്യങ്ങൾ നമ്മൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആളുകൾ ഇത് പറയും, കുറച്ച് കഴിഞ്ഞത് മാറുമായിരിക്കാം. പക്ഷെ ഇപ്പൊ ആളുകൾ പറയുന്നതിനെ കുറ്റം പറയാൻ ഒരു നിവർത്തിയില്ലേ. അമ്മാതിരി കാട്ടിക്കൂട്ടലുകളായിരുന്നു കാട്ടിക്കൂട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഇനി ആളുകൾ കൂടെ കൂടുമായിരിക്കാം. ചേച്ചി, ഈ ഒരു സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ മകൻ എന്ത് ചെയ്യും? കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ടാണോ? എന്നാ ചോദ്യാടാ ചോദിക്കുന്നേ. ഇവര് തുടക്കത്തില് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വീഡിയോക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ അതേ ആള് തന്നെ വീഡിയോന്റെ അടി ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തടാ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാന്നോർത്ത് ഞാൻ കരഞ്ഞില്ല. പക്ഷെ എൻ്റെ കുഞ്ഞ്, നിങ്ങൾക്കറിയാമല്ലോ, കിച്ചു വലുതായി. ഋതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ.
എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് രേണുസുതി ഇതൊരു എൻഡായിട്ട് കാണരുത്. ഇപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അത് എൻഡിലേക്കുള്ള ചോദ്യമാണ്. അത് വൃത്തികെട്ട ചോദ്യം, അത് ചോദിക്കരുത്. അത് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ അവരുടെ മനസ്സിൽ ഒരു ധൈര്യം ഇല്ലാതായി പോകുന്ന ഡയലോഗ് അടിക്കുമ്പോൾ. ഇതൊരു എൻഡ് ഒന്നല്ല, ഇത് ചികിത്സിച്ച് ഭേദമായി താങ്കൾ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാൾ ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. നിങ്ങളെ വെറുത്തിരുന്നവർ പോലും നിങ്ങൾ ആ വഴി ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരു തർക്കമില്ല ആ കാര്യത്തില്. പക്ഷെ ആ ചോദ്യം ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമുണ്ട്. പക്ഷെ കീമോ ഒക്കെ തുടങ്ങുമ്പോഴത്തേന് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങൾ എല്ലാവർക്കും ഇപ്പം മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല എന്ത് പറ്റി ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിങ്ങളെ എന്നെ വിളിച്ച്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവം ഇങ്ങനെ ആകരുതേ എന്ന് പറഞ്ഞവരുണ്ട്. രേണുസുതിക്ക് അങ്ങനെ വരില്ലേ. എന്നിട്ടും ഈ വ്ളോഗർ ഇത് പുറത്ത് വിട്ടിട്ട് പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് അവൾ അടവാണ്. കാരണം ഞാനല്ല അത് പുറത്ത് വിട്ടത്, എന്നിട്ട് പോലും അവളുടെ അടവാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ തുടക്കം മുതൽ ഇതാ ഈ ഒരു ഇന്റർവ്യൂ വരെ ഞാൻ കണ്ടതാ. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ അടുത്ത ഇന്റർവ്യൂയിലേക്ക് തുടക്കത്തിൽ നുണകളാ പറഞ്ഞിരുന്നത്. കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയില്ല. എന്നാൽ എല്ലാ കാര്യവും സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് വിളമ്പും ചെയ്യും. അതുകൊണ്ട് ഇവിടെയുള്ള മലയാളികൾക്ക് മുഴുവനായിട്ട് രേണുസുതി അറിയാം. അപ്പൊ നിങ്ങൾ നുണകൾ പറയുന്നത് ഇഷ്ടമല്ലാത്ത ആളുകൾ ഇന്നും ഉണ്ട്. അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് നിങ്ങൾ നുണ പറയുകയാണെന്നുള്ളത്. അത് മാറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. ഈ കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? പറഞ്ഞോ എന്തെങ്കിലും? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും എനിക്കറിയില്ല. അറിഞ്ഞു കാണുമോ അറിയാത്ത. ഇന്നാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോടാണ് പറയുന്നത്, പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എൻ്റെ മാനേജർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല അവിടെ നിന്ന്. ഓക്കെ, കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യം ഏത് നുണ ഏതെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ, തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആയിട്ടുണ്ടാവും. അപ്പൊ അവനെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഒന്നേ പറയുന്നുള്ളൂ, ഇതൊരു അവസാനമല്ല. ഇത് ചികിത്സിച്ച് ഭേദമാക്കി വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരിക. കോപ്രായത്തനങ്ങൾ ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് വലിയ ബോറാണ്. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അത് ബോറല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് ബോറത്തരങ്ങളുണ്ട്. ചില കഴിവില്ലായ്മ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച് കൂടെ നടക്കുന്ന കുറെ ആളുകളുണ്ടാവും. അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും എന്നുള്ളതാണ്. ഇപ്പോഴും തെറി വിളിക്കാൻ വരുന്ന ആളുകളുണ്ടാവും. അവരപ്പോ എനിക്കോ നിങ്ങൾക്കോ തിരുത്താൻ കഴിയില്ല. അത് അവർ സ്വയം തിരുത്തേണ്ട കാര്യമാണെന്നുള്ളതാണ്. എന്തായാലും അസുഖം മാറട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയട്ടെ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.